അപ്പോൾ ഇന്നൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്നേക്കുന്ന ആള് എൻ്റെ മിക്കിയാണ്. അപ്പോൾ മിക്കി മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. മിക്കി മേക്കപ്പ് ചെയ്തല്ലോ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മള് ഇതിന്റെ പേരെന്താ, ഇത് ഫൗണ്ടേഷൻ. നമ്മൾ ഫൗണ്ടേഷൻ ഞാൻ തരാം. ഇച്ചിരി ഇവിടെ ഇവിടെ കണ്ണാടി വെച്ച് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. കണ്ണാടി വെച്ചിട്ട് ഓക്കെ. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാക്കി ചെയ്യും. പിന്നെ അറിയാലല്ല. ഓക്കെ, ബ്ലഷ് ബ്ലഷ് എവിടെ ചെയ്യണ്ട? ഇവിടെ ഒത്തിരി ഒന്നും വെക്കണ്ട. ഇച്ചിരി ചേർച്ചാൽ മതി. എല്ലാരും തേക്കണ്ട, ഇവിടെ ഇവിടെ തേച്ചാൽ മതി. ഓക്കെ, അതിന് ഞാൻ ബ്രഷ് എടുത്തുണ്ടോ? ബ്രഷ് ഈ ബ്രഷ് ഇതേ. അടുത്ത അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിക്ക് നീ. അത് ചുണ്ടിൽ ഇങ്ങനെ തേക്ക്. ലിപ് ലൈനർ ലിപ് ലൈനർ ചെയ്യും. അങ്ങനെയല്ല. മതി മതി. ഓക്കെ, ഓൾറെഡി ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തൂത്തിട്ട് പുതിയ ലിപ്സ്റ്റിക് ഇടാം. കാരണം തുണിയൊന്നും. ഓക്കെ, ഇനി ലിപ്സ്റ്റിക് ഇടാം. ഒരു ഇച്ചിരി ഇടാവുള്ളൂ, ഇത് ഒത്തിരി വരുന്ന ലിപ്സ്റ്റിക്കാ. വെരി റെഡ് ലിപ്സ്റ്റിക്. ട്രൈ ചെയ്തോ. കുറച്ച് വെക്കോളെ. ഓക്കെ, ഐഷാഡോ തേക്കാൻ പോ. ഐഷാഡോ കാണിക്ക്. ഇതാണ് ഐഷാഡോ. അപ്പൊ നമ്മളിനി ഐഷാഡോ തേക്കാം. ഒത്തിരി പിങ്ക് വേണ്ട. ഈ മതി. എന്നാ ഒന്നോ ഇവിടെ താത്തി തേക്കടാ. ടൂ മച്ച്. ഇത്രയും വേണ്ടായിരുന്നു. സാരമില്ല. അതല്ല, പല പല കളർ ഇടാൻ പറ്റത്തില്ല. അതന്നെ ഇവിടെ എന്റെ കർത്താവേ. ഓക്കെ, ഇനിയിപ്പോ ഐലൈനർ എടുക്കും. കൺമഷി. കൺമഷി ഇവിടെ കൂടെ തേക്കാൻ പോവാണ്. ഓപ്പണാക്കി ചെത്ത്. നമ്മൾ ഇനി നമ്മൾ കൺമഷി തേക്കാൻ പോവാണ്. ഇങ്ങോട്ട് അമ്മ എടുത്തു തരാം. കണ്ണിന്റെ ഇവിടെ കൂടെ. അയ്യോ, എവിടെ കൂടെയാ? അങ്ങനെയല്ല, അതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ.
ഭംഗിയാണ്. ഇവിടെ മതി മതി. അയ്യോ താങ്ക് യു. നല്ല രസം. ഞാൻ തന്നെ ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി അടുത്ത ഇനി മസ്കാര. മസ്കാര കണ്ണിന് ഇങ്ങനെയാണ്. സാരമില്ല. ഓക്കെ, സാരമില്ല. ഇവിടെ കണ്ണു പൊട്ടിക്കരുത്. നീ എന്താ മേക്കപ്പാനാടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഐഷാഡോ എല്ലാം ഇട്ടു. എന്താ എന്താ പറയുക. അപ്പോൾ എന്റെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട് എന്റെ ഫേസ്? സൂപ്പർ മേക്കപ്പ് അല്ലേ? അല്ലേ? നമുക്ക് ബ്ലൂ ഐലൈനർ ഇടായിരുന്നു. ഇപ്പഴും ഓർത്തെ നമുക്ക് ബ്ലൂ ഐലൈനർ ബ്ലാക്കിന്റെ മുകളിൽ കൂടെ ഇടാം. അപ്പൊ നല്ലൊരു കളർ. നീ ഇട്ടേക്കോളാം, അപ്പൊ ഞാൻ ഇട്ടോളാം. അറിയോ? ഇല്ലല്ലോ. കാണാൻ പറ്റത്തില്ലടാ. വീണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. മേക്കപ്പ് മാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് ചെയ്യുന്നത് തരുന്നതായിരിക്കും. മേക്കപ്പിന്റെ പേരെന്താ പറഞ്ഞ? നിന്റെ പേരെന്താന്ന് പറയാൻ? മിക്കി എന്നാണ് മേക്കപ്പാന്റെ പേര്. സോ എല്ലാവർക്കും എന്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്. ഞങ്ങൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ പുഡിങ്ങിനുള്ള സാധനം മേടിക്കാൻ പോവാം. ഈ കൊല്ലത്തിൽ അങ്ങോട്ട് കടലോട്ട് ചെന്ന് അവർ എന്നെ കയറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും പോയി നോക്കാം. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷോപ്പിൽ പോയിട്ട് പുഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഐവനും റാഫേലും അവിടെ ബോള് കളിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്ക് പോവാം. മിക്കിയാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്. ഷോപ്പിൽ പോവാൻ. ഇതുണ്ടോ, ഇതാ ഡോഗിന് ഫുഡ് കൊടുത്തേക്കാം അവര് കഴിക്കാൻ വേണ്ടി. വീഡിയോ എടുക്കാം. ഇവിടെ എന്തോ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുക, ഫുഡൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക അവർക്ക് കഴിക്കാൻ വേണ്ടി. കേട്ടോ, മറന്നുപോയി. പിള്ളേരുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക്. ഇതൊരു മോസ്കാണ്. മുട്ടായി വേണോ? മുട്ടായൊക്കെ മേടിക്കാം. ഇതാണ് മോസ്ക്. ഇവിടെ അവിടെ കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. നല്ല ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ. വിശക്കുന്നവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള. അന്നേരം ഇവിടെ അടുത്തുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റാണ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇപ്പം
ഒന്നുമില്ല കുഴപ്പമില്ല. ആ കുഴപ്പമില്ല മോനെ, വാ വാ വാ. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ കിട്ടിയിട്ടുണ്ട്. ഇത് മെലഡി കസ്റ്റർഡ് പൗഡർ. അവിടെ വേറെ മെലഡി എല്ലാം സെയിം അല്ലേടാ? ആ എന്നാൽ ബാസ്ക്കറ്റ് ഉണ്ട്, നമ്മുടെ ബാസ്ക്കറ്റ് വൺ മതി ആ ഓക്കെ. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡും കിട്ടി. ഇതെന്ത് ക്രീം, ഫുൾ ക്രീം മിൽക്ക് മെയ്ഡിൻ്റെ ചെറുത് മതി നമുക്ക്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒത്തിരി വലുതാണ്, ചെറുത് കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവാണ് വീട്ടിലോട്ട്. ഡോഗ് എനിക്ക് പേടിയാ. ആ ഡോഗിന് ആ പിള്ളേരെ മനസ്സിലായി, അതാ പോകും. കണ്ടോ സ്നേഹം കണ്ടോ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് പാല് നമ്മളൊരു ഇതിനകത്ത് വെച്ച് ചൂടാക്കും. ഒരു 1.5 കപ്പ് പാല് വേണം, അത് നമ്മൾ ചൂടാക്കണം. ഓക്കെ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കിയിട്ടില്ല, ചൂടാക്കാൻ പോകുന്നുള്ളൂ. അതിനുശേഷം നമ്മളൊരു കുറച്ച് കസ്റ്റർഡ് പൗഡർ ഒരു പാത്രത്തോട്ട് കൊണ്ടിട്ട് കുറച്ച് മിൽക്ക് ഒഴിക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച ശേഷം അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ പാലിനകത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാല് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. ഈ പാലിനകത്ത് ഷുഗറും ആഡ് ചെയ്ത് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചേക്കാണ്. പാല് തിളച്ച് ഏകദേശം വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് നമ്മൾ കസ്റ്റർഡ് പൗഡർ ചേർത്താൽ മതി. ഇതിനകത്ത് ഇപ്പോൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ടാണ് ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. പഞ്ചസാര നമുക്കൊരു 3-4 ടീസ്പൂണൊക്കെ ഇടാം കേട്ടോ. ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ കസ്റ്റർഡ് പൗഡർ ചേർക്കാം. കസ്റ്റർഡ് പൗഡർ ചേർക്കണേ. കുറച്ച് അരിയണം. കസ്റ്റർഡ് പൗഡർ കുറുകി വരും. കസ്റ്റർഡ് പൗഡർ ചേർത്ത് കഴിയുമ്പോൾ അത് കുറുകി വരും. അപ്പോൾ നമ്മളത് നോക്കണം, അത് കുറുകി വരുന്നുണ്ടാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കസ്റ്റർഡ് പൗഡർ കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഇച്ചിരി കസ്റ്റർഡ് പൗഡർ ചേർക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു പാകത്തിന് ഇങ്ങനെ കുറുകിയിരിക്കണം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇച്ചിരി ആറാൻ വെക്കാം. ഇനി നമ്മളൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ട് ഈ സൈഡ് എല്ലാം കട്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വേണം. നമ്മളൊരു ട്രേ എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ബ്രെഡ് എല്ലാം അടുക്കി വെക്കും. ഇങ്ങനെ അടുക്കി വെക്കും. അതിന് മുമ്പ് ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നൈഫ് നമുക്ക് ബ്രെഡ് കട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നൈഫ് കട്ട് ചെയ്ത് ബ്രെഡ് നമുക്ക് സൈസ് കട്ട് ചെയ്തെടുക്കണേ. ഈ സൈഡിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും.
ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. നമ്മൾ ഇതിലോട്ടേക്ക് ഇതിങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ബാക്കി ബ്രെഡും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാം. അതുപോലെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ ലെയറും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ കുറച്ച് കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഫ്രഷ് ക്രീം, ഓക്കെ, ഫ്രഷ് ക്രീം നമ്മൾ ഒഴിക്കണം. ഇതാണ് ഫ്രഷ് ക്രീം. അത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കണേ. ഇത്രയൊക്കെ മതിയാവും. ഈ ഫ്രഷ് ക്രീമിനകത്തോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുക, കണ്ടൻസ്ഡ് മിൽക്ക്. മധുരത്തിന് വേണ്ടിയിട്ട് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇച്ചിരി ഇത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പം ഇത്രയും ലെയർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ മുറിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ബദാം ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട്, ഇത് ഞാൻ ബദാമും കാഷ്യൂനട്ടും ക്രഷ് ചെയ്തിട്ടാണ്. ഇച്ചിരി കൂടുതൽ ക്രഷായിപ്പോയി, ഞാനത് മിക്സിയിലിട്ട് അടിച്ചത്. വേണമെങ്കിൽ കൈ കൊണ്ട് വെച്ചത് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതിക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ മുകളിലോട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അതൊരു അറബിക് പുഡിംഗ് ആണ് ആക്ച്വലി. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ അടച്ച് സേഫായിട്ട് കുറച്ച് നേരത്തിന് വെക്കാം. പറ്റുവാണെങ്കിൽ ഒരു രാത്രി ഫുള്ള് വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് രാവിലെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈ നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം വായി ഇറക്കണം, എന്നിട്ട് പറ. റാഫു, how is it?
ക്യാമറാമാനും കൂടെ വേണമായിരുന്നു ഇച്ചിരി. സൂപ്പർ. ഷെഫ് ലൈല. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പിള്ളേർക്കൊക്കെ ഇഷ്ടാവും കേട്ടോ. വെരി ഈസിയാണ്. ആകെപ്പാടെ നമുക്ക് വേണ്ടത് ബ്രെഡും പിന്നെ മിൽക്ക് മെയ്ഡ്, കസ്റ്റർഡ് പൗഡറും പാലും, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം, കാഷ്യൂനട്ട്, അതായത് ഇഷ്ടമുള്ള എന്ത് നമുക്ക് നട്ട്സ് വേണമെങ്കിലും ഇടാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ബൈ. അടുത്തൊരു വ്ലോഗ് വരുന്നത് വരെ ബൈ.